ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഈ ഇലക്ഷൻ ഫണ്ടിങ്ങിൽ അൺഅക്കൗണ്ടഡ് മണി ഒഴുകുന്നത് തടയാനെന്നുള്ള പേരിൽ അന്നത്തെ ഫൈനാൻസ് മിനിസ്റ്റർ അരുൺ ജെയ്റ്റ്ലി കൊണ്ടുവന്ന ബില്ലാണ് ഈ ഇലക്ട്രൽ ബോണ്ട് എന്നുള്ള ബില്ല്. ഇതിനെപ്പറ്റി ഇഷ്ടംപോലെ ഡിസ്കഷൻസ് നടക്കുന്നുണ്ട്, വീഡിയോകളുണ്ട്. പക്ഷെ എല്ലാത്തിലും ഏതെങ്കിലും ഒരു ഗ്രൂപ്പിന്റെ, ഒരു പാർട്ടിയെ ന്യായീകരിക്കുന്ന ഒരു ന്യായീകരണ ചർച്ചകളാണ് നമ്മൾ കാണുന്നത്. അപ്പൊ ഇതിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്റെ കോമൺ സെൻസ് വെച്ച് ഈ ഇലക്ട്രൽ ബോണ്ടിനെ ഒന്ന് വിശകലനം ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ എല്ലാവർക്കും ഈ ഇലക്ട്രൽ ബോണ്ട് എന്താണെന്നൊക്കെ അറിയാം. എന്നാലും ഈ ഇലക്ട്രൽ ബോണ്ട് എന്താണ് എന്നൊരു വിശകലനത്തിലൂടെ നമുക്ക് തന്നെ തുടങ്ങാം. ഇതിപ്പോ നമ്മളൊരു കല്യാണത്തിനൊക്കെ പോകുമ്പോൾ ഒരു ഗിഫ്റ്റ് ചെക്ക് നമ്മൾ കൊണ്ട് കൊടുക്കുന്ന പോലെയുള്ള ഒരു അവസ്ഥയാണ്. ഇത് SBIയുടെ തിരഞ്ഞെടുക്കപ്പെട്ട ബ്രാഞ്ചസിൽ തിരഞ്ഞെടുക്കപ്പെട്ട ദിവസങ്ങളിൽ, അതായത് ഒരു വർഷത്തിലെ ഒരു ക്വാർട്ടറിൽ 10 ദിവസം അങ്ങനെ കണ്ടാണ് ആ രീതിയിൽ ഇത് വിതരണം ചെയ്യും. അപ്പൊ ഈ വിതരണം SBI വഴി ചെയ്യണത് കൊണ്ട് KYC ഉള്ള അക്കൗണ്ടുള്ള ആളിന് മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഇതിനുള്ള എമൗണ്ട് ഒരിക്കലും അവർ ക്യാഷ് ആയിട്ടൊന്നും വാങ്ങിക്കില്ല, ഡിജിറ്റലായിട്ടോ അല്ലെങ്കിൽ ചെക്കായിട്ടോ മാത്രമേ വാങ്ങത്തുള്ളൂ. അപ്പൊ അതിന്റെ ഒരു അക്കൗണ്ടബിലിറ്റി തീർച്ചയാക്കാൻ പറ്റും. ഈ വാങ്ങിയ ആളിന്റെ എല്ലാ ഡീറ്റെയിൽസും SBIക്ക് ഉണ്ടാവും. ഇത് ആർക്ക് വേണ്ടി വാങ്ങിയെന്നുള്ള ഡീറ്റെയിൽസും SBIക്ക് ഉണ്ടാവും. പിന്നെ ഇത് കൊടുക്കുന്ന പാർട്ടിയുടെ കാര്യം ആലോചിച്ച് കഴിഞ്ഞാൽ പാർട്ടിക്ക് ഇത് അവരുടെ അക്കൗണ്ടിൽ നിന്നേ മാറാൻ പറ്റുള്ളൂ, അത് അവരുടെ അക്കൗണ്ടിലോട്ടേ പോവുള്ളൂ. അപ്പോൾ ഈ കൊടുക്കുന്ന പൈസ പാർട്ടിക്ക് ചെന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് എഗെയിൻ നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. ഇതാണ് ഈ ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ നമ്മുടെ സർക്കാർ ഉദ്ദേശിച്ച അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത്. പിന്നെ ഇതിലൊരു ക്ലോസും കൂടെ ഉള്ളത്, ഇത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഒരു 15 ദിവസത്തിനകം പാർട്ടി ഈ പൈസ അവരുടെ അക്കൗണ്ടിലേക്ക് മാറ്റിയില്ലെങ്കിൽ ഈ പൈസ പ്രധാനമന്ത്രിയുടെ റിലീഫ് ഫണ്ടിലോട്ട് പോകും. ഇനി ഇത് ആർക്കൊക്കെ വാങ്ങാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ ഇലക്ഷനിൽ 1% വോട്ട് കിട്ടിയ പാർട്ടികൾ. അതെന്തിനാണ് ഈ 1% എന്ന് വെച്ചിരിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലാന്നുണ്ടെങ്കിൽ എന്ത് പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഇലക്ഷൻ അടുപ്പിച്ച് കുറേ പേര് കുറേ പാർട്ടികൾ ഉണ്ടാക്കി ഇങ്ങനെ കാശ് വാങ്ങിക്കും. പണ്ട് ഇവിടെ ന്യൂസ് പ്രിന്റിന് ക്ഷാമം നേരിട്ടപ്പോൾ ന്യൂസ് പ്രിന്റ് റേഷൻ ഏർപ്പെടും. അപ്പോൾ അതുവരെ കേട്ടിട്ടില്ലാത്ത ഒരുപാട് പത്രങ്ങൾ അങ്ങ് ഇറങ്ങാൻ തുടങ്ങി. എന്തിനാണ്? ഈ ന്യൂസ് പ്രിന്റ് അവർ വാങ്ങും, എന്നിട്ട് അത് ബ്ലാക്ക് വിലയ്ക്ക് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള മറ്റ് പത്രക്കാർക്ക് വിൽക്കും. അപ്പൊ അമ്മാതിരി ഒരു പൈസ സമ്പാദനം ഉണ്ടാവാതിരിക്കാനാണ് ഈ 1% വോട്ട് കിട്ടാത്തവർക്ക് ബോണ്ട് കൊടുക്കാൻ പാടില്ല എന്ന് വെച്ചിരിക്കുന്നത്. ഇനി ഈ കൊടുക്കുന്ന പൈസയ്ക്ക്, അതായത് ഇലക്ട്രൽ ബോണ്ടിലോട്ട് നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് ഈ കൊടുക്കുന്ന ആളിന് ടാക്സ് എക്സെപ്ഷൻ ഉണ്ട്. അതിനേക്കാളും പ്രധാനം, ഇത് ഏത് പൊളിറ്റിക്കൽ പാർട്ടിക്കാണോ കിട്ടുന്നത് അവർക്കും ടാക്സ് കൊടുക്കണ്ട. ഇൻഫാക്ട് നമ്മുടെ രാജ്യത്ത് പൊളിറ്റിക്കൽ പാർട്ടിക്ക് ടാക്സ് ഇല്ല. അപ്പൊ ഇത് നോക്കുമ്പോൾ നമുക്ക് തോന്നും ഇലക്ട്രൽ ബോണ്ട് വളരെ നല്ലൊരു കാര്യമാണ്, എല്ലാം അക്കൗണ്ടബിലിറ്റി ഉണ്ട്. പക്ഷേ കുറെ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ? ഒന്നാമത്തെ ഏറ്റവും പ്രധാന പ്രശ്നം, അക്കൗണ്ടബിലിറ്റി ഉണ്ടെങ്കിലും ട്രാൻസ്പെറൻസി ഇല്ല. ഈ ഡോണർ ആരാണ് എന്ന് വേറെ ആർക്കും അറിയാനൊന്നുമില്ല. ഈ കൊടുത്ത ആളിനറിയാം, കിട്ടിയ ആളിനും അറിയാം, പിന്നെ സ്റ്റേറ്റ് ബാങ്കിനും അറിയാം, വേറെ ആർക്കും അറിയാൻ പറ്റും. അപ്പൊ ആ ഒരു ദുരൂഹത നിലനിർത്തുന്നുണ്ട്. അത് എന്തിനാ ദുരൂഹത നിലനിർത്തുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കൊടുക്കുന്ന പൈസ ആർക്ക് കൊടുത്തു എന്നറിഞ്ഞു കഴിഞ്ഞാലും മറ്റ് പാർട്ടിക്കാർ നമ്മളെ വിക്ടിമൈസ് ചെയ്യും, ഉപദ്രവിക്കാൻ സാധ്യതയുണ്ട് എന്ന് വെച്ചിട്ടാണ്. ഇപ്പൊ ഉദാഹരണമായിട്ട് നമ്മുടെ സംസ്ഥാനത്തില് ഭരിക്കുന്ന കക്ഷിക്ക് കാശ് കൊടുക്കാതെ വേറൊരു പ്രതിപക്ഷ പാർട്ടിക്ക് കുറച്ച് കോടികൾ ഒരാൾ കൊടുത്തു കഴിഞ്ഞാൽ അയാളുടെ ബിസിനസ് മിക്കവാറും കൂടെ അടച്ചു പൂട്ടേണ്ടി വരും. അപ്പൊ ആ ഒരു അവസ്ഥ ഒഴിവാക്കാനാണ് ഈ ഒരു അനോണിമിറ്റി വെച്ചിരിക്കുന്നത്. ആർക്ക് കൊടുത്തു എന്നറിയാതിരിക്കാനായിട്ടുള്ള അനോണിമിറ്റി വെച്ചിരിക്കുന്നത്. ഇത് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് വെച്ചും കൊടുക്കൂല എന്നുള്ളതാണ് വേറൊരു പ്രധാന കാര്യം. അതും അങ്ങനെയും വെച്ചിരിക്കാൻ കാര്യം ഇതാണ്, ഒരു പാർട്ടിക്ക് മറ്റേ ആളിന് കാശ് കൊടുത്തോ എന്നറിയാൻ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് വെച്ച് നമുക്ക് എടുത്തു കഴിഞ്ഞാൽ ഈ ആർക്കൊക്കെ കാശ് കൊടുത്തു നമുക്ക് കാശ് തരാത്തവനെ ഉപദ്രവിക്കാമല്ലോ. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു അനോണിമിറ്റി വെച്ചത്. ഈ അനോണിമിറ്റി ഇങ്ങനെയൊക്കെ സംഭവം കൊള്ളാമെന്ന് നമുക്ക് തോന്നുമെങ്കിലും അതില് ഒരുപാട് അഴിമതിക്കുള്ള വകുപ്പുകളുണ്ട്. അത് നമുക്ക് വരാം. ഇതില് എത്ര രൂപ കൊടുക്കാമെന്നുള്ളതിന് യാതൊരു ലിമിറ്റും ഇല്ല. എത്ര കോടി വേണേലും കൊടുക്കാം. അതായത് ഈ ബോണ്ട് സാധാരണ 1000 രൂപ, 10,000 രൂപ, 1,00,000 രൂപ, 1 കോടി രൂപ, അങ്ങനെയൊക്കെയാണ് ബോണ്ട് ഇറങ്ങുന്നത്. അപ്പൊ അതില് എത്ര ബോണ്ട് വേണമെങ്കിലും ആർക്ക് വേണേലും വാങ്ങിക്കാം. ഒരു കമ്പനിക്ക് അവരുടെ ലാഭം മുഴുവൻ വേണമെങ്കിലും ബോണ്ടായിട്ട് വാങ്ങിക്കാം. അപ്പൊ അങ്ങനെ ഒരു അൺലിമിറ്റഡ് മണി പൊളിറ്റിക്കൽ പാർട്ടികളുടെ അക്കൗണ്ടിലോട്ട് വരും എന്നുള്ളതാണ് ഇതിലെ ഒരു പ്രധാനപ്പെട്ട ഡിസഡ്വാൻറ്റേജ്. പല കമ്പനികൾക്കും വിദേശങ്ങളിലും ഒക്കെ ബിസിനസ് ഉണ്ടല്ലോ. വിദേശ പണവും ചിലപ്പോൾ ഇതേമാതിരി ഒഴുകി നമ്മുടെ നാട്ടിലോട്ട് വന്ന് ചില പാർട്ടികൾക്ക് കൊടുത്ത് നമ്മുടെ ഇലക്ഷനെ വേണമെങ്കിൽ സ്വാധീനിക്കാനും സാധിക്കും. അപ്പൊ അതുകൊണ്ട് ഇതൊരു മേജർ ഡിസഡ്വാൻറ്റേജ് ആണ്. ഈ അനോണിമിറ്റി ആക്ച്വലി ആവശ്യമുള്ള ഒരു കാര്യമാണെങ്കിലും അത്
കുറച്ച് പ്രശ്നങ്ങൾക്ക് വഴിതെളിക്കുന്നത്. നമ്മുടെ ലീഗലായിട്ടുള്ള സർക്കിളിൽ പറയുന്ന ഒരു ടേം ഉണ്ട്, ക്വിറ്റ് പ്രോ ക്യൂ. അതെങ്ങനെയാ പ്രൊണൗൺസ് ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതായത് സംഗതി ഇത്രയേ ഉള്ളൂ, സംതിങ് ഫോർ സംതിങ്. അതായത് എനിക്ക് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എന്തെങ്കിലും ചെയ്തു തരും. ആ ഒരു അവസ്ഥ ഈ പേയ്മെന്റ് ചെയ്യുന്നവർക്ക്, അതായത് ബോണ്ട് വാങ്ങിക്കുന്നതിന് ഉണ്ട്. കാരണം ബോണ്ട് ചുമ്മാ ആരും കോടിക്കണക്കിന് രൂപയൊന്നും ആരും വെറുതെ കൊടുക്കൂല. അപ്പൊ അതിന് എന്തെങ്കിലും അവർക്ക് ഉപകാരങ്ങൾ, പ്രത്യുപകാരങ്ങൾ സർക്കാരോ ആരാണോ വാങ്ങുന്നത് അവർ ചെയ്തു കൊടുക്കും. ആ ഒരു അസംഷനാണ് ഇതിനകത്തുള്ളത്. പിന്നെ ഈ കിട്ടുന്ന പൈസ ഇലക്ഷൻ ബോണ്ട് എന്ന് പറഞ്ഞാലും ഇലക്ഷന് മാത്രം ഉപയോഗിക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ആ പൈസ എടുത്ത് ചിലപ്പോൾ അവര് പാർട്ടിക്കാർ കെട്ടിടം വയ്ക്കും. പാർട്ടിക്കാർക്ക് എന്തിനു വേണമെങ്കിലും സ്പെൻഡ് ചെയ്യാം. അതും ഒരു തെറ്റായ കാര്യമാണ്. ഇപ്പൊ നമ്മള് ഇലക്ഷൻ ബോണ്ട് എന്ന് പറഞ്ഞ ഇലക്ഷൻ ചെലവിനായിട്ടാണ് പിരിക്കുന്നതെങ്കിൽ അത് ഇലക്ഷന് മാത്രമേ ഉപയോഗിക്കാവുള്ളൂ എന്നുള്ള ഒരു നിയമം വരണം. അതും ഇതിനകത്തില്ല. പിന്നെ ഇതിൽ ഏറ്റവും പ്രധാനം എനിക്ക് തോന്നിയിട്ടുള്ള ഒരു ഡിസഡ്വാൻറ്റേജ് ടാക്സ്. അതായത് ഈ 10-20,000 കോടിയൊക്കെ കൊടുത്തെന്നല്ലേ പറയുന്നത്. ഈ 20,000 കോടി ആക്ച്വലി ഈ പല പല കമ്പനികളുടെ ലാഭമാണ്. ഈ ലാഭം ഈ നമ്മുടെ ഇലക്ട്രൽ ബോണ്ടായിട്ട് പൊളിറ്റിക്കൽ പാർട്ടിക്ക് കൊടുത്തില്ലെങ്കിൽ ടാക്സബിൾ ഇൻകമാണ്. അതായത് 30% ടാക്സ് വരും. അപ്പൊ അത് ഒരു വലിയ നഷ്ടമല്ലേ സർക്കാരിന്? കാരണം ഈ കാശ് മുഴുവൻ സർക്കാരിന്റെ ഭണ്ഡാരത്തിൽ പോയിട്ട് ജനോപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യാനുള്ള പൈസയില്ലേ. അപ്പൊ അതിങ്ങനെ പൊളിറ്റിക്കൽ പാർട്ടിക്ക് കൊടുക്കുന്നത് ശരിയാണോ? അപ്പൊ അതൊരു മേജർ നെഗറ്റീവായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ ഇലക്ഷൻ ബോണ്ട് കൊണ്ട് ആകെ നമ്മൾ അച്ചീവ് ചെയ്തിട്ടുള്ള ഒരു കാര്യം അക്കൗണ്ടബിലിറ്റി ഉണ്ടായി. ട്രാൻസ്പെറൻസി ഇല്ല, വരുന്ന പൈസയ്ക്ക് കയ്യും കണക്കും ഇല്ല. അപ്പൊ അതൊക്കെ എന്തായാലും ഡിസഡ്വാൻറ്റേജ് ആണ്. നമുക്കത് ഇനിയും ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഈ ഇലക്ട്രൽ ബോണ്ട് വരുന്നതിന് മുമ്പ് ഈ പാർട്ടികൾ എങ്ങനെയാണ് ഇലക്ഷന് വേണ്ടി പൈസ ഉണ്ടാക്കിയിരുന്നത്, അല്ലെങ്കിൽ പാർട്ടി നടത്തിക്കാൻ വേണ്ടി പൈസ ഉണ്ടാക്കിയിരുന്നത്? അത് 20,000 രൂപ വരെ ക്യാഷ് കൊടുക്കാം. ആര് കൊടുത്തെന്ന് പറയണ്ട. 20,000 രൂപയ്ക്ക് മുകളിലുള്ളതാണെങ്കിൽ ആര് കൊടുത്തു എന്ന് റെക്കോർഡ് ചെയ്യണം. അതായിരുന്നു അന്നുണ്ടായിരുന്ന നിയമം. അതുപോലെ തന്നെ ഈ കമ്പനികളൊക്കെ കൊടുക്കുകയാണെങ്കിൽ അവരുടെ ലാഭത്തിന്റെ 7.5% കൊടുക്കരുത് എന്നൊരു നിയമം ഉണ്ടായിരുന്നു. അപ്പൊ ഇതിൽ രണ്ടിലുമുള്ള ഒരു പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് 20,000 രൂപയിൽ കൂടുതലാണെങ്കിൽ ആരാണെന്ന് വെളിപ്പെടുത്തണം. അപ്പൊ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര രൂപ വാങ്ങിച്ചാലും 19,990 എന്ന് പറഞ്ഞൊരു ബില്ല് കൊടുക്കും. പിന്നെ ഒരു കമ്പനി അതിന്റെ ലാഭത്തിന്റെ 7.5% മുകളിൽ കൊടുക്കാൻ പാടില്ല. പക്ഷേ എത്ര കൊടുത്തു എന്ന് യാതൊരു റെക്കോർഡും ഇല്ല. അതുകൊണ്ട് തന്നെ ഇത് 7.5 കൊടുത്തത് 75 കൊടുത്തതെന്ന് ഒരു പിടിയുമില്ല. കാരണം എവിടെ നിന്നാണ് കൊടുത്തത് എന്നുള്ളതിന് റെക്കോർഡ് ചെയ്യണ്ട. അപ്പോ 20,000 താഴെ കൊടുത്തു എന്ന് റെക്കോർഡ് ചെയ്ത് എത്ര വാങ്ങിയാലും അറിയാൻ പറ്റൂല. അപ്പൊ നമ്മൾ വിചാരിക്കും ഈ ഇപ്പോ വരുന്ന എത്രയോ 1000 കോടികൾ പോലെ ഒന്നും അന്ന് കാശൊന്നും പാർട്ടികൾക്ക് കിട്ടിയിരുന്നില്ല. അപ്പൊ അതില് ഞാൻ ഈ എടുത്തത് നമ്മുടെ ഈ ഇലക്ട്രൽ ബോണ്ടിനെതിരെ കേസ് പോയിരിക്കുന്ന കക്ഷി റിഫോംസ് എന്ന് പറയും, അസോസിയേഷൻ ഓഫ് ഡെമോക്രാറ്റിക് റിഫോംസ്. അതായത് നമ്മുടെ പ്രശാന്ത് ഭൂഷണൊക്കെ പ്രവർത്തിക്കുന്നതും വാദിക്കുന്നതുമായിട്ടുള്ള ഒരു സംഘടന. ഇതുപോലുള്ള പല പല ക്രമക്കേടുകളും പുറത്തു കൊണ്ടുവന്നിട്ടുള്ള ഒരു സംഘടനയാണ്. അതുകൊണ്ട് തന്നെ അവർ വളരെ നല്ലൊരു പ്രവർത്തനമാണ് അവർ കാഴ്ചവെക്കുന്നത്. അപ്പൊ അവരുടെ അഭിപ്രായ പ്രകാരം 2014 മുമ്പുള്ള 10 വർഷം പൊളിറ്റിക്കൽ പാർട്ടികൾക്ക് കിട്ടിയിരിക്കുന്ന എമൗണ്ട് 11,367 കോടി എന്നാണ്. അത് അവരുടെ പ്രസ് മീറ്റിൽ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ കാണിക്കാം. ഈ 11,000 കോടിയിൽ വെറും 16% മാത്രമേ എവിടെ നിന്ന് കിട്ടി എന്നുള്ളതിന് റെക്കോർഡുള്ളൂ. മനസ്സിലായില്ലേ? അപ്പൊ 75% എവിടെ നിന്ന് കിട്ടിയെന്ന് യാതൊരു റെക്കോർഡും ഇല്ല. അതിൽ തന്നെ ഏതാണ്ട് 70%-ഓളം ഈ റെക്കോർഡ് ഉള്ളത്, ഏതാണ്ട് 70%-ഓളം തന്നെ 20,000-ന് താഴെയാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എത്ര എമൗണ്ട് വാങ്ങിച്ചാലും 19,000 എന്നും പറഞ്ഞിട്ട് ഒരു ബില്ല് കൊടുക്കും. അപ്പൊ ഈ പറഞ്ഞ മാതിരി 20,000-ന് താഴെ കുറെ വാങ്ങുകയും ഡൊണേഷൻ വാങ്ങുകയും ചെയ്തെങ്കിൽ ഈ പറഞ്ഞ മാതിരി 11,000 കോടിയൊന്നും വരില്ല. അപ്പൊ അവിടെ എന്തോ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ ഈ 10 വർഷത്തില് ഏറ്റവും കൂടുതൽ കിട്ടിയിരിക്കുന്നത് കോൺഗ്രസിനാണ്. കാരണം അന്ന് കോൺഗ്രസ് ആണല്ലോ ഭരണത്തിലുള്ളത്. പിന്നെ കിട്ടിയിരിക്കുന്നത് BJPക്കാണ്. അപ്പൊ ഇതിൽ കോൺഗ്രസിന് കിട്ടിയിരിക്കുന്നതിൽ 83% എവിടെ നിന്നാണെന്ന് അറിയാൻ വയ്യ, സോഴ്സ് അറിയാൻ വയ്യാത്ത പൈസയാണ്. BJP കിട്ടിയിരിക്കുന്നതിൽ 65% എവിടെ നിന്നാണെന്ന് സോഴ്സ് അറിഞ്ഞുകൂടാത്ത ഇൻകം. ഇത് ഞാൻ പറയുന്നതല്ല,
അസോസിയേഷൻ ഓഫ് ഡെമോക്രാറ്റിക് റിഫോംസ് പറയുന്നതാണ്. അപ്പൊ അതിന്റെ അർത്ഥം ഈ ഇലക്ട്രൽ ബോണ്ട് വരുന്നതിന് മുമ്പുള്ള കാലഘട്ടത്തിൽ അക്കൗണ്ടബിലിറ്റി സീറോ, തീരെയില്ല, ട്രാൻസ്പെറൻസി ഇല്ലേ ഇല്ല. പിന്നെ ഈ നേരത്തെ പറഞ്ഞ ക്വിറ്റ് പ്രോ ക്വോ, അതായത് സംതിങ് ഫോർ സംതിങ്, എന്തെങ്കിലും പൈസ കൊടുക്കുന്നതിന് എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ളത്, അത് നമുക്ക് കണ്ടുപിടിക്കാൻ ഒരു മാർഗവും ഇല്ല. ഈ പൈസ കൊടുത്തു എന്ന റെക്കോർഡ് ഉണ്ടെങ്കിലല്ലേ അവർക്ക് എന്തെങ്കിലും സൗജന്യം ചെയ്തു എന്ന് അറിയാൻ പറ്റുള്ളൂ. ഇപ്പൊ ഇലക്ട്രൽ ബോണ്ടിന്റെ കാര്യത്തിൽ കാശ് കൊടുത്തവൻ ഫേവർ ചെയ്തോ ഇല്ലേന്ന് അറിയാനായിട്ട് റെക്കോർഡ് അവിടെ ഉണ്ട്. ആ റെക്കോർഡ് ഇപ്പൊ കോടതി ഇപ്പൊ കൊണ്ടുവരാൻ പറഞ്ഞപ്പോ കൊണ്ടുവന്നല്ലോ. അപ്പോ ഇലക്ട്രൽ ബോണ്ടിൽ അറ്റ്ലീസ്റ്റ് കോടതി വഴിയെങ്കിലും നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ ഇലക്ട്രൽ ബോണ്ടിന് മുമ്പുള്ള കാലഘട്ടത്തിൽ കോടതി വഴിയായാലും നമുക്കത് കണ്ടുപിടിക്കാൻ യാതൊരു നിർവാഹമില്ല. ഈ ബില്ല് കൊടുക്കാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറഞ്ഞാൽ ഞാനൊന്ന് പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ്. അപ്പൊ ഈ ഇലക്ഷൻ വരുമ്പോൾ എല്ലാ പാർട്ടിക്കാരും വരും. ആരും തന്നെ എനിക്ക് ബില്ലൊന്നും തന്നിട്ടില്ല. എന്നെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷേ എനിക്ക് മനസ്സിൽ ഭീഷണി തോന്നും. ഉദാഹരണമായിട്ട് എന്നെ കോഴിക്കോടേക്ക് മാറ്റിയാൽ കോഴിക്കോട് ഒരു 3 വർഷം അവിടെ താമസിക്കുന്നതിൻ്റെതായ ചെലവ് ഇവർക്കും കൊടുത്താൽ പോരെയെന്ന് ഞാൻ ആലോചിക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരു ഇംപ്ലൈഡ് പ്രശ്നങ്ങളേ ഉള്ളൂ, അല്ലാതെ ഭീഷണിപ്പെടുത്തിയിട്ടൊന്നുമില്ല. പക്ഷേ കച്ചവടക്കാരൊക്കെ പറയുന്നത് അവരെ ഭീഷണിപ്പെടുത്തി എമൗണ്ട് പറഞ്ഞ് വാങ്ങുന്നു എന്നാണ് പറഞ്ഞത്. ഈ ഇലക്ട്രൽ ബോണ്ടിന് മുമ്പുള്ള കാലഘട്ടത്തിൽ ഡോണർ ഐഡന്റിറ്റി കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും പറ്റൂല. ഞാൻ നേരത്തെ പറഞ്ഞ അസോസിയേഷൻ ഓഫ് ഡെമോക്രാറ്റിക് റിഫോംസ് പറയുന്നത് ഏതാണ്ട് 75% ഫണ്ട് എവിടെ നിന്ന് വന്നെന്ന് അറിയാൻ വയ്യ. അപ്പൊ അതുകൊണ്ട് തന്നെ ഡോണർ ഐഡന്റിറ്റി ഇലക്ട്രൽ ബോണ്ടിന് മുമ്പും അറിയാൻ വയ്യ. അപ്പൊ അതുകൊണ്ട് ഈ ഇലക്ട്രൽ ബോണ്ടിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഇലക്ട്രൽ ബോണ്ടിന് മുമ്പുള്ള കാലഘട്ടം അതിനേക്കാളും പ്രശ്നങ്ങളാണ്. അപ്പൊ ഈ വലിയ പ്രശ്നങ്ങളെ ചെറിയ രീതിയിൽ ഒരു പരിഹരിക്കാൻ ഒരു അറ്റംപ്റ്റ് നടത്തി എന്നുള്ളതും സമ്മതിക്കേണ്ടി വരും. കാരണം അക്കൗണ്ടബിലിറ്റി ഉണ്ട് ഇപ്പൊ. പക്ഷേ ഇലക്ട്രൽ ബോണ്ടിൽ ഒരുപാട് ഈവിൾസ് ഉണ്ട്. അതൊക്കെ എന്താണെന്ന് നമുക്ക് നോക്കാം. ടോട്ടലായിട്ട് ഒരു 20,000 കോടിയുടെ ബോണ്ട് വിറ്റെന്നാണ് ആദ്യമൊക്കെ പത്രങ്ങളിൽ പറഞ്ഞത്. അപ്പോൾ അത് കോടതിയിലോട്ട് പോവുകയും ഇതിന്റെ വിവരങ്ങൾ അറിയണമെന്ന് പറയുകയൊക്കെ ചെയ്ത് വിവരങ്ങൾ വന്നപ്പോൾ BJPക്ക് ഏതാണ്ട് 7,000 കോടി അടുപ്പിച്ചാണ് ഉള്ളത്. അപ്പോ നോക്കിയപ്പോ ബാക്കി പാർട്ടികൾക്ക്, BJP ഇതര പാർട്ടികൾക്ക് അതിന്റെ ഇപ്പൊ 20,000 കോടിയാണ് മൊത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി പാർട്ടിക്ക് പോണ്ടേ. അപ്പൊ അത് വന്നപ്പോഴേക്കും 20,000 കോടി അങ്ങ് താഴ്ത്തി പിന്നെയുള്ള വാർത്തകളിൽ വന്നത് 16,000 കോടി. നമുക്കിപ്പോ ഒരു 16,000 വേണ്ട, 14,000 കോടി എന്ന് വെച്ചു. എത്ര കോടിയായാലും ഇതിലുള്ള പ്രധാന കാര്യം BJPക്ക് എത്ര കിട്ടിയോ അതോ അത്രത്തോളമോ അതിൽ ഒരു ലേശമെങ്കിലും കൂടുതലോ ആണ് ബാക്കി പാർട്ടിക്കെല്ലാം കൂടി കിട്ടിയിരിക്കുന്നത്. അതാണ് ഒരു പോയിന്റ് നമുക്കറിയാം. പിന്നെ ഒരു പ്രധാന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹ്യൂജ് എമൗണ്ട് ആണ് വരുന്നത്. ഈ നമ്മളെ ഇപ്പൊ ഇലക്ട്രൽ ബോണ്ട് വന്നതിന് ശേഷമാണ് നമുക്ക് മനസ്സിലായത് ഹ്യൂജ് എമൗണ്ട് വരും. ആക്ച്വലി ഇലക്ട്രൽ ബോണ്ടിന് മുമ്പുള്ള 10 വർഷ കാലഘട്ടം നേരത്തെ പറഞ്ഞല്ലോ, 11,000 സംതിങ് കോടി രൂപ പാർട്ടികൾക്ക് ഇലക്ഷൻ അല്ലെങ്കിൽ പാർട്ടികൾക്ക് ഫണ്ടായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു 10-15 വർഷം മുമ്പ് അത്രയും കിട്ടിയെങ്കിൽ ആ എമൗണ്ട് ഇപ്പൊ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഇൻഫ്ലേഷൻ ഒക്കെ കണക്കാക്കുമ്പോൾ 20,000 കോടിയുടെ മുകളിൽ പോകും. അപ്പോ ഈ ഇലക്ട്രൽ ബോണ്ട് വരുന്നതിന് മുമ്പും ഇതേപോലെ ഹ്യൂജ് എമൗണ്ട് തന്നെയാണ് പാർട്ടികൾ കളക്ട് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ അത് പുറത്തറിഞ്ഞിരുന്നില്ല. അതൊരു പ്രധാന പോയിന്റാണ്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അതായത് സംതിങ് ഫോർ സംതിങ്, നമ്മൾ ബോണ്ട് എടുക്കുന്നവർക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്തോ ഇല്ലയോ. അപ്പൊ അതിൽ പ്രധാനമായിട്ട് 2 പോയിന്റ്സ് ആണ് ഈ രാഷ്ട്രീയ പാർട്ടികളും പത്രങ്ങളും പറയുന്നത്. ഒന്ന്, ഒരു റെയ്ഡ് നടത്തിയിട്ട് അവരെ കൊണ്ട് ഇലക്ട്രൽ ബോണ്ട് വാങ്ങാൻ നിർബന്ധിതരാക്കുക. 2, ഈ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയാൽ തന്നെ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി അതായത് BJPക്ക് ധാരാളം കിട്ടും, റീജിയണൽ പാർട്ടികൾക്ക് കാര്യമായിട്ടൊന്നും കിട്ടുന്നില്ല. ഈ 2 കാര്യങ്ങളാണ് നമുക്കൊന്ന് ആദ്യമായിട്ട് പരിശോധിക്കേണ്ടത്. ഉദാഹരണമായിട്ട് നമ്മുടെ സാന്റിയാഗോ മാർട്ടിന്റെ ഫ്യൂച്ചർ ഗെയിംസ് അത് റെയ്ഡ് ചെയ്ത് ഒരാഴ്ചക്കകം BJPക്ക് 100 കോടി അവർ ബോണ്ട് വാങ്ങിച്ചു. സത്യമായ കാര്യമാണ്. അപ്പൊ ഞാനത് നോക്കിയപ്പോൾ ഫ്യൂച്ചർ ഗെയിംസ്, അതായത് സാന്റിയാഗോ മാർട്ടിനാണ് ഏറ്റവും അധികം എമൗണ്ട് കൊടുത്തിരിക്കുന്നത്. 1,300 അങ്ങനെ എങ്ങാണ്ട് വലിയ കോടിയാണ്, 1,300 കോടിയോ മറ്റേ. അപ്പൊ അതിൽ 100 കോടി കഴിഞ്ഞുള്ളത് എവിടെ പോയി എന്ന് നോക്കിയപ്പോൾ തൃണമൂൽ കോൺഗ്രസിന് 540 കോടി, പിന്നെ DMKക്ക് 503 കോടി. അതെന്താ അങ്ങനെ?
കാരണം ഈ ലോട്ടറി വിൽപ്പന എന്ന് പറയുന്നത് സംസ്ഥാനത്തിന്റെ ഒരു വിഷയമാണ്. അപ്പോ അവർക്കാണ് മാക്സിമം കാശ് കൊടുക്കേണ്ടത്. അത് സാന്റിയാഗോ മാർട്ടിൻ കൊടുത്തു. പിന്നെ ചില റെയ്ഡുകൾ ഒന്ന് ഒഴിവാക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ ഭരിക്കുന്ന BJPക്ക് കൊടുത്തു. പക്ഷെ അത് 100 കോടി. അപ്പൊ അതാണ് ഇതിലൊരു പോയിന്റ്. അതായത് സ്റ്റേറ്റ് ആണോ സെൻട്രൽ ആണോ എന്നുള്ളതല്ല, നമ്മുടെ ബിസിനസ്സിന് ആരാണോ ഉപകാരപ്പെടുന്നത് അവന് കാശ് കൊടുക്കും. അതാണ്. ഇപ്പൊ വേറൊരെണ്ണം പറയുന്നത് ഈ മേഘ എഞ്ചിനീയറിംഗ് എന്നും പറഞ്ഞിട്ടുള്ള ഒരു കൺസ്ട്രക്ഷൻ കമ്പനി. അപ്പൊ അത് പത്രങ്ങളിലൊക്കെ വന്നു. അവർ 60% ഫണ്ടിങ്ങും BJPക്കാണ് കൊടുത്തത്. സംഗതി ശരിയാണ്. 60% ഞാൻ നോക്കിയായിരുന്നു. 60% BJPക്കാണ് കൊടുത്തത്. അതെന്തുകൊണ്ടാണ്? ഈ കൺസ്ട്രക്ഷൻ എല്ലാം ഇപ്പൊ നമ്മുടെ ഇന്ത്യ മുഴുവൻ നോക്കിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് പുതിയ പുതിയ റോഡുകളും പാലങ്ങളും അല്ലേ. അപ്പൊ കൺസ്ട്രക്ഷൻസ് പ്രധാനമായിട്ടും ഒരു വലിയ എമൗണ്ട് വരും. അപ്പൊ അതുകൊണ്ട് BJPക്ക് കൊടുത്തു. 60% എന്നുള്ളത് ഇങ്ങനെ ഊന്നി ഊന്നി പറയുന്നത് കൊണ്ട് എനിക്കൊരു ചെറിയ സംശയം. അതുകൊണ്ട് ഞാൻ അതിന്റെ എമൗണ്ട് നോക്കിയപ്പോൾ മേഘ എഞ്ചിനീയറിംഗ് നമ്മുടെ BJPക്ക് കൊടുത്തിരിക്കുന്നത് 584 കോടിയാണ്. പക്ഷെ നമ്മുടെ ഫ്യൂച്ചർ ഗെയിംസ് ഉണ്ടല്ലോ, നമ്മുടെ സാന്റിയാഗോ മാർട്ടിൻ, അയാള് TMCക്ക് കൊടുത്തിരിക്കുന്നത് 540 കോടിയാണ്. അത് 38% വരുന്നുള്ളൂ. എന്തുകൊണ്ടാ? ആ എമൗണ്ട് 1300 കോടി കിടക്കുകയല്ലേ. അപ്പൊ 540 ആയാലും ശതമാനം 38 വരുന്നുള്ളൂ. പിന്നൊരു 38% DMKക്ക് കൊടുത്തിരിക്കുന്നു. അപ്പൊ ഈ നമ്മുടെ പാർട്ടിക്ക് അല്ലെങ്കിൽ നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂവിന് സഹായകരമായ രീതിയിൽ വാർത്തകളെ പ്രസന്റ് ചെയ്യുന്നു. അതാണ് ഈ അവിടെ ഈ 60% എന്ന് പറയാൻ കാര്യം അതാണ്. പിന്നെ ഇനിയും ഈ കമ്പനികളുടെ കാര്യത്തിൽ ശരിക്കും പറഞ്ഞാൽ എനിക്ക് കമ്പനികളുടെ കാര്യം വലിയ വിവരമില്ലല്ലോ. ഞാൻ ഈ പറഞ്ഞ മാതിരി ഡോക്ടർ ആയതുകൊണ്ട് ഈ മരുന്ന് കമ്പനികളുടെ കാര്യത്തിൽ എനിക്ക് കുറച്ചൊക്കെ അറിയാം. അപ്പൊ അത് മാത്രം പറഞ്ഞുകൊണ്ട് ഇതിനെ ഒന്ന് വിശകലനം ചെയ്യാൻ ശ്രമിക്കാം. ഈ ട്രക്ക് കമ്പനികളിൽ എല്ലാം കൂടി നോക്കിയാൽ BJPക്ക് ഇത് ഞാൻ എക്കണോമിക് ടൈംസിലാണ് നോക്കിയത്, ഈ ഇതിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ്. BJPക്ക് 393 കോടി കൊടുത്തിരിക്കുന്നു. എന്നാൽ നമ്മുടെ തെലങ്കാനയിലൊരു പാർട്ടി ഉണ്ടല്ലോ, ഭാരത് രാഷ്ട്ര സമിതി. അതായത് പണ്ട് തെലങ്കാന രാഷ്ട്ര സമിതി ആയിരുന്ന പാർട്ടിയാണ്. ഏതെങ്കിലും കഴിഞ്ഞ ഇലക്ഷനിൽ ഏതെങ്കിലും രീതിയിൽ തൂക്കുമന്ത്രിസഭ വന്ന പ്രധാനമന്ത്രിയാകാം എന്നും പറഞ്ഞിട്ടാണ് ഇതിനെ ഭാരത് എന്നും പറഞ്ഞാക്കിയത്. അപ്പൊ ഈ ഭാരത് രാഷ്ട്ര സമിതിക്ക് 328 കോടി കൊടുത്തിരിക്കുന്നു. എന്താ അത്ര അധികം? BJPക്ക് കൊടുത്തതിന്റെ ഏതാണ്ട് അത്രയും തന്നെ കൊടുത്തിരിക്കുന്നു. അതെന്താ അത്ര അധികം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മരുന്നുകൾ, ഒരുപാട് മരുന്ന് കമ്പനികൾ ഈ തെലങ്കാനയിലാണ്. അത് നമുക്ക് ഇവിടെ നിന്ന് ആലോചിച്ചാൽ മനസ്സിലാവില്ല. കാരണം ഇവിടെ നമ്മുടെ സംരംഭങ്ങളൊക്കെ അല്ലെങ്കിൽ മാനുഫാക്ചറിങ് എല്ലാം പൂട്ടിക്കുകയല്ലാതെ തുടങ്ങുന്ന പരിപാടി ഇല്ലല്ലോ. ഇവിടെ ഇത്രയും ഉണ്ടെന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു അത്ഭുതമായിരിക്കും. പക്ഷെ ഇത്രയും 393 കോടി കൊടുക്കാനുള്ള ലാഭം ഉണ്ടാക്കുന്ന രീതിയിൽ ട്രക്ക് കമ്പനികൾ അവിടെ ഉണ്ട്. അപ്പൊ അതിലും നമുക്ക് മനസ്സിലായത് എന്താ? ഈ കമ്പനികൾ പ്രവർത്തിക്കുന്ന സ്ഥലമായ തെലങ്കാനയിലും കൊടുക്കും, സെൻട്രൽ ഗവൺമെന്റിനും കൊടുക്കും. സെൻട്രൽ ഗവൺമെന്റിന് കൊടുക്കുന്നത് എന്താണ്? പല ഈ ട്രക്കിന്റെ പല ലൈസൻസുകളും അതിന്റെ ക്വാളിറ്റിയും അങ്ങനെയുള്ള ചില ചെക്കുകളൊക്കെ സെൻട്രിൽ നിന്ന് വരുമല്ലോ, അതുകൊണ്ട് അവർക്കും കൊടുക്കും. റെഡ്ഡി ലാബ് എന്നും പറഞ്ഞാൽ അതും ഹൈദരാബാദിലുള്ള ഒരു കമ്പനിയാണ്. റെഡ്ഡീസ് ലാബ് മരുന്നുണ്ടാക്കുന്നത്. അത് 10 കോടി BJPക്ക് കൊടുത്തു. പക്ഷെ ഞാൻ അതിന്റെ താഴെ നോക്കിയപ്പോൾ കോൺഗ്രസിന് കൊടുത്തിരിക്കുന്നു 11 കോടി. അതെന്താ അങ്ങനെ? നോക്കിയപ്പോൾ എന്താണ്? ഹിമാചൽ പ്രദേശിൽ അവർക്ക് ഒരു മാനുഫാക്ചറിങ് ഫെസിലിറ്റി ഉണ്ട്. ഹിമാചൽ പ്രദേശിൽ അന്ന് ഭരിക്കുന്നത് കോൺഗ്രസ് ആണ്. അതെന്തിനുണ്ട് ഹിമാചൽ പ്രദേശിൽ കൊണ്ടുപോയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹിമാചൽ പ്രദേശ് ഓരോ സംസ്ഥാനങ്ങളിലും ഈ എന്താ പറയുക, വ്യവസായ സൗഹൃദ സംസ്ഥാനങ്ങൾ ഒരുപാട് ടാക്സ് എക്സംഷൻസ് കൊടുക്കും. അപ്പൊ അത് കണക്കാക്കിയാണ് ഇവർ ഏത് സംസ്ഥാനത്തിൽ കൊണ്ട് മാനുഫാക്ചർ ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത്. അങ്ങനെയാണ് ഹിമാചൽ പ്രദേശിൽ പോയിരിക്കുന്നത്. അപ്പൊ ഇവിടെയും നോക്കിക്കഴിഞ്ഞാൽ കേന്ദ്രത്തിനും കിട്ടി, ഒരു ലേശം കൂടുതൽ സംസ്ഥാനത്തിന് കിട്ടി. പിന്നെ ഞാൻ പരിശോധിച്ചപ്പോൾ നമ്മുടെ സിക്കിമിലുള്ള ഒരു മരുന്ന് കമ്പനിക്ക്, അതായത് ആ മരുന്ന് കമ്പനിയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് എല്ലാം ഗുജറാത്തിലാണ്. അപ്പൊ ഗുജറാത്തിൽ BJP ആണ് ഭരിക്കുന്നത്, കേന്ദ്രം BJP ആണ് ഭരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവര് BJPക്ക് ബോണ്ട് എന്തായാലും വാങ്ങിച്ചു. പക്ഷെ ഈ സിക്കിം സംക്രാന്ത് മോർച്ച വളരെ ഒരു കുഞ്ഞ് പാർട്ടിയല്ലേ, അവർക്കും ഒരു വലിയ കോടികൾ ബോണ്ട് വാങ്ങിച്ചിരിക്കുന്നു. അതെന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ സിക്കിമിൽ അവരുടെ മാനുഫാക്ചറിങ് ഫെസിലിറ്റി ഉണ്ട്. അപ്പൊ അവിടെയും പോയിന്റ് വളരെ ക്ലിയർ ആണ്. ഈ മാനുഫാക്ചറിങ് നടക്കുന്ന സംസ്ഥാനത്തിനും ബോണ്ട് കൊടുക്കും, ആ ഭരിക്കുന്ന പാർട്ടിക്കും ബോണ്ട് കൊടുക്കും, കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിക്കും ബോണ്ട് കൊടുക്കും. അത് എവിടെ കൂടുതൽ കൊടുക്കണം എന്നുള്ള ആശ്രയിക്കുന്നത് എവിടെ കൊടുത്താലാണ് അവരുടെ ബിസിനസ് ബെറ്റർ ആവുക. അതുകൊണ്ടാണ് സാന്റിയാഗോ മാർട്ടിൻ നമ്മുടെ BJPക്ക് കൊടുത്തതിനേക്കാളും
5-10 ഇരട്ടി സംസ്ഥാന ഭരിക്കുന്ന സർക്കാരുകൾക്ക് കൊടുത്തു. ഇനി നമ്മുടെ ഗുജറാത്തിൽ തന്നെ ഒരു കമ്പനി ഒരു റെംഡിസിവിർ എന്നുള്ള മരുന്ന്, അത് നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും. കാരണം ഈ കോവിഡ് കാലഘട്ടത്തിൽ കോവിഡിന് ഉപയോഗിക്കുന്ന ഒരു മരുന്നായിരുന്നു. അപ്പൊ അതിന്റെ ക്വാളിറ്റി പോരാ എന്നൊക്കെ ഒരു കംപ്ലൈന്റ് വന്നപ്പോൾ നാച്ചുറലി കുറച്ച് പ്രശ്നങ്ങൾ വരുമല്ലോ. അപ്പോൾ അവർ BJPക്ക് കൊടുത്തു. ഗുജറാത്തിലുള്ള കമ്പനിയാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവർ കോൺഗ്രസിനും കുറെ കോടികൾ, അതായത് കോൺഗ്രസ് രാജസ്ഥാനിൽ ഭരിക്കുന്നു, അവിടെ കുറെ കോടികൾ ഒരു ബോണ്ട് വാങ്ങിച്ചു. അപ്പൊ അതെന്താണെന്ന് നോക്കിയപ്പോൾ രാജസ്ഥാൻ ഗവൺമെന്റ് ഈ സംഭവം ക്വാളിറ്റി കുറവാണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ രാജസ്ഥാനിൽ ഈ മരുന്ന് ഉപയോഗിച്ചവർക്കുണ്ടായ പാർശ്വഫലങ്ങൾ പബ്ലിക്കായിട്ട് ഇങ്ങനെ പ്രചാരം കൊടുക്കുന്നു. ഇത് കണ്ടപ്പോൾ കമ്പനി എന്ത് ചെയ്തു, കൊണ്ടുപോയി നമ്മുടെ രാജസ്ഥാൻ ഭരിക്കുന്ന കോൺഗ്രസിന് ബോണ്ട് വാങ്ങിച്ചു. അപ്പൊ ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നോ പാർട്ടി ഹസ് ഗോട്ട് ദി മോറൽ അതോറിറ്റി ടു ബ്ലെയിം ദി അതർ പാർട്ടി. കാരണം ഈച്ച് ആൻഡ് എവറി പാർട്ടി ഹാസ് എക്സോർട്ടഡ് മണി. അതായത് പൈസ പിഴിഞ്ഞെടുക്കാൻ പറ്റുന്ന, അതായത് ഭീഷണിപ്പെടുത്തിയും അല്ലാതെയും പൈസ പിടുങ്ങിയെടുക്കാൻ പറ്റുന്ന എല്ലാ പാർട്ടികളും പൈസ വാങ്ങിച്ചിട്ടുണ്ട്. കൂടുതൽ പൈസ കിട്ടിയവരോട് കുറവ് കിട്ടിയവർക്ക് ഒരു അസൂയ ഉണ്ടാവുമല്ലോ. അതിപ്പോ നാച്ചുറലി നമുക്ക് നമ്മുടെ സൊസൈറ്റിയിൽ നോക്കിക്കഴിഞ്ഞാലും നമുക്കതറിയാം. ആ ഒരു അസൂയയാണ് ഈ പറഞ്ഞ ഒരു കംപ്ലൈന്റ് ആയിട്ട് ഇപ്പോ ഉയർത്തി കാണിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ ഹ്യൂജ് ഫണ്ട് നമ്മുടെ പൊളിറ്റിക്കൽ പാർട്ടികൾക്ക് പോകുന്നത് നല്ലതാണെന്നല്ല ഈ പറയുന്നത്, അത് നല്ലതേ അല്ല. പക്ഷേ അങ്ങനെ പറയാതെ ഒരു പാർട്ടിക്ക് കൂടുതൽ കിട്ടി അതുകൊണ്ട് അവൻ വലിയ കള്ളനാണ്, അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. കള്ളന്മാര് സംസ്ഥാനത്തിൽ ഇഷ്ടം പോലെ ഇരിപ്പുണ്ട്. അതിൻ്റെതാണ് ഞാൻ വെറും ട്രക്ക് കമ്പനികളുടെ മാത്രമാണ് ഞാൻ ഈ കാണിച്ചത്. ഇനി ബാക്കി എടുത്ത് അത് അറിയുന്നവരും കൂടെ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അറിയാം എന്തൊക്കെയാണ് ഈ സംസ്ഥാനം ഭരിക്കുന്നവർ അടിച്ചു മാറ്റിയിട്ടുള്ളത്. അപ്പൊ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു ഫണ്ടിങ് എവിടെ നിന്ന് വരണമെന്നോ ആര് തരുന്നെന്നോ അറിവില്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് ഫണ്ടിങ് ആര് കൊടുത്തു എന്ന് ഒരു റെക്കോർഡുള്ള ഒരു കാലഘട്ടത്തിലോട്ട് മാറിയിരിക്കുന്നു ഈ ഇലക്ട്രൽ ബോണ്ട് വന്ന. പക്ഷേ നമുക്ക് ഈ ഹ്യൂജ് ഫണ്ടിങ്, അതായത് നമുക്ക് നമ്മുടെ ഒരു സങ്കല്പത്തിന് അതീതമായ ഫണ്ടിങ് വരുന്നത് നമുക്ക് ഒഴിവാക്കണം. കാരണം അത് ജനാധിപത്യത്തിന് എന്തായാലും നല്ലതല്ല. അപ്പൊ അതിനെന്ത് ചെയ്യാൻ പറ്റും? കാരണം ആളുകളെ ഇങ്ങനെ കുറ്റം പറഞ്ഞ് സോഷ്യൽ മീഡിയയിലൊക്കെ പറഞ്ഞു നടക്കുന്നതിന് എല്ലാവർക്കും ഇൻട്രസ്റ്റ് ആണ്. പക്ഷെ എന്ത് പരിഹാരം, അതിനെപ്പറ്റി ആർക്കും യാതൊരു ചിന്ത. അതാണല്ലോ നമുക്ക് വേണ്ടത്. ചുമ്മാ വെറുതെ ഇങ്ങനെ പറഞ്ഞിട്ടിരിക്കുന്നതുകൊണ്ട് ആർക്കും ഒരു പ്രയോജനമില്ല. അപ്പോൾ എന്ത് പരിഹാരം? അപ്പോൾ എനിക്കും പരിഹാരമൊന്നും അറിഞ്ഞൂടാ, എങ്കിലും ഞാൻ എൻ്റെ ഒരു ചിന്തയിൽ തോന്നിയ ചില കാര്യങ്ങൾ പറയാം. അതായത് ഈ ഹ്യൂജ് എമൗണ്ട് എന്ന് പറയുന്നത് അത് കാരണം ഈ എമൗണ്ട് ഏതെങ്കിലും കമ്പനി കൊടുത്തു എന്ന് വിചാരിക്കുന്നതല്ല കാര്യം. ഈ എമൗണ്ട് ആരുടെയോ അധ്വാനമാണ്. അതിങ്ങനെ നമ്മൾ വേസ്റ്റ് ചെയ്ത് കളയാൻ പാടില്ല. അപ്പോ ഒരു ലിമിറ്റ് വെക്കണം. അതായത് ഒരു പാർട്ടിക്ക് ഇത്ര ലിമിറ്റ് വരെ ഇലക്ട്രൽ ബോണ്ട് സ്വീകരിക്കാൻ പറ്റുള്ളൂ. ആ ലിമിറ്റ് ഓരോ പാർട്ടിക്ക് എങ്ങനെ വെക്കും എന്നുള്ളത് നമുക്ക് വരാം. പക്ഷെ അതിനു മുമ്പ് ഈ ചെലവ് എത്രത്തോളം ആകാം, തെരഞ്ഞെടുപ്പ് ചെലവ്, അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നുണ്ട് 75 ലക്ഷം മുതൽ 90 ലക്ഷം വരെയൊക്കെ എന്ന്. അത് വെച്ചൊന്നും ഒരു ഇലക്ഷൻ നടക്കില്ല. അപ്പൊ അത് നമ്മൾ കുറച്ചുകൂടി റിയലിസ്റ്റിക് ആയിട്ട് ഒന്ന് ചെയ്യണം. പക്ഷെ എന്നാലും ഇപ്പൊ ചെലവാക്കുന്നത് 10 കോടി 15 കോടി 20 കോടി അങ്ങനെയൊക്കെയാണ് ഓരോ മണ്ഡലത്തിലും ചെലവാക്കുന്നത്. അത് പറ്റൂല. എങ്കിലും ഒരു റീസണബിൾ എമൗണ്ട് എത്രയാണെന്ന് നമ്മൾ കണ്ടെത്തണം. അത്രയും എമൗണ്ട് എങ്ങനെ ശേഖരിക്കാൻ പറ്റും എന്നുള്ളതാണ്. അത് ഈ കമ്പനികളിൽ നിന്ന് ശേഖരിച്ചു കഴിഞ്ഞാൽ അവര് എന്തെങ്കിലും പ്രത്യുപകാരം പ്രതീക്ഷിക്കും. അത് പ്രത്യുപകാരം മനുഷ്യരല്ലേ. ഇപ്പൊ ഒരു ബിസിനസ്സുകാരൻ അതും കോടിക്കണക്കിന് രൂപ കൊടുക്കുമ്പോൾ അയാൾ എന്തായാലും പ്രതീക്ഷിക്കും. അപ്പൊ ഈ കോടിക്കണക്കിന് രൂപ വാങ്ങുന്നവൻ അത് ചെയ്തു കൊടുക്കുകയും ചെയ്യും. അതുകൊണ്ട് നമുക്ക് തെരഞ്ഞെടുപ്പിന്റെ ചെലവ് എങ്ങനെ കുറയ്ക്കാം എന്നുള്ളതാണ് ആദ്യം. തെരഞ്ഞെടുപ്പിൽ നമ്മൾ എന്താണ് എയിം ചെയ്യുന്നത്? നമ്മുടെ പറയുന്ന കാര്യങ്ങളും നമ്മുടെ കാൻഡിഡേറ്റും ജനങ്ങൾ അറിയണം. ഇങ്ങനെ ഒരു ബ്രാൻഡ്, ഒരു കോൺഗ്രസ് അല്ലെങ്കിൽ CPM അല്ലെങ്കിൽ BJP എന്നൊക്കെ പറഞ്ഞ ഒരു ബ്രാൻഡാണല്ലോ. ആ ബ്രാൻഡ് അറിയപ്പെടണം. അപ്പൊ അത് ഇപ്പൊ ഉദാഹരണമായിട്ട് നമ്മുടെ പെപ്സി, അവര് ഒരു വർഷം പരസ്യത്തിന് ഉപയോഗിക്കുന്നത് ഓൾ ഇന്ത്യ ആയിട്ട് ഉപയോഗിക്കുന്ന 500 കോടി, മാക്സിമം 1000. ഇത് ഉപയോഗിക്കുമ്പോൾ
പെപ്സി എന്ന് പറയുന്നത് ഇപ്പോൾ രണ്ടോ മൂന്നോ വയസ്സായ കുട്ടികൾ മുതൽ അങ്ങോട്ട് എല്ലാവർക്കും അറിയാം, അത്രയ്ക്ക് അറിയാം. അവര് ഡിജിറ്റൽ മീഡിയകൾ ഉപയോഗിക്കുന്നു, അല്ലാതെ ചുമ്മാതെ ഈ ആൾക്കാർക്ക് ബിരിയാണി വാങ്ങിച്ചു കൊടുത്ത് ഇങ്ങനെ ജാഥ നടത്തുകയല്ല ചെയ്തു. ഈ ഡിജിറ്റൽ മീഡിയ നമ്മൾ ഉപയോഗിക്കണം ഇലക്ഷന്. രണ്ട്, ഈ പെപ്സി എന്ന് പറയുന്ന സാധനം സകല കടകളിലും ഷെൽഫുകൾ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും അത് റിപ്പീറ്റഡ് ആയിട്ട് കാണും. അപ്പൊ അത് മനസ്സിലങ്ങ് പതിയും. അതേമാതിരി ഈ തെരഞ്ഞെടുക്കപ്പെടുന്ന അല്ലെങ്കിൽ പൊളിറ്റിക്കൽ പാർട്ടിയുടെ അംഗങ്ങൾ ജനങ്ങളുടെ സേവകരായിട്ട് ആ നിയോജക മണ്ഡലത്തിൽ എപ്പോഴും ഉണ്ടാവണം. അപ്പൊ അവരെ കണ്ട് 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 തന്നെ അതങ്ങ് മനസ്സിൽ പതിയും. അതിന് കാശ് ചിലവാക്കി പ്രചരണം നടത്തേണ്ട കാര്യമില്ല. അപ്പൊ ആ രീതിയിൽ ആലോചിക്കണം. പക്ഷെ അത് നമ്മുടെ പാർട്ടിക്കാർ ചെയ്യുമെന്ന് എനിക്ക് യാതൊരു വിശ്വാസമില്ല. എങ്കിലും എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു എന്നുള്ളത്. പിന്നെ നമ്മള് പിരിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഒന്ന് ഞാൻ പറഞ്ഞു, ഒരു ക്യാപ്പ് വേണം. ഇതിൽ ഈ എമൗണ്ടിൽ അധികം പിരിക്കാൻ പാടില്ല. അതായത് ഇലക്ട്രൽ ബോണ്ടായിട്ട് പിരിക്കാൻ പാടില്ല. ഇനി ഇലക്ട്രൽ ബോണ്ട് അല്ലാതെ എന്താ മാർഗം എന്ന് ചോദിച്ചാൽ, ഒന്നുകിൽ നമുക്ക് ഈ പാർട്ടി മെമ്പേഴ്സ് നിന്ന് സമാഹരിക്കാം. ഉദാഹരണമായിട്ട് BJPക്ക് ഏതാണ്ട് 10-15 കോടി മെമ്പേഴ്സ് ഉണ്ട്. കോൺഗ്രസിനും അത്ര തന്നെ കാണും. അപ്പോ ബാക്കി പാർട്ടികൾക്കും കുറെ കാണും. അപ്പൊ അവര് 5 വർഷത്തിലൊരിക്കൽ ഒരു ദിവസത്തെ ശമ്പളം ഈ ഇലക്ഷന് വേണ്ടിയിട്ട് കൊടുക്കുക. ഒരു ദിവസത്തെ ശമ്പളം വെച്ച് കഴിഞ്ഞാൽ 300 രൂപ മുതൽ 3000 രൂപ വരെ ഒരു ദിവസം ശമ്പളം വാങ്ങിക്കുന്നവരുണ്ടാവും. എങ്കിലും അപ്രോക്സിമേറ്റ്ലി ഒരു 1000 രൂപ ഒരു 5 വർഷത്തിൽ ഒരു തവണ കൊടുക്കാമെങ്കിൽ ഈ പറഞ്ഞ 22,000 കോടി അങ്ങ് സുഖമായിട്ട് വരും. കാരണം മെമ്പർമാർ തന്നെ ഈ 22 കോടിയൊക്കെ ഇല്ലേ. അപ്പൊ ഈ 22 കോടി മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ 1000 രൂപ വെച്ച് വരുമ്പോഴേക്കും അതായി കഴിഞ്ഞു, എമൗണ്ട് ആയി കഴിഞ്ഞു. അല്ല ഈ കാരണം ഈ പാർട്ടി മെമ്പർഷിപ്പ് എടുത്തവർ പലരും ഒരു ആക്റ്റീവ് മെമ്പേഴ്സ് ആയിരിക്കില്ലല്ലോ. അപ്പൊ ആക്റ്റീവ് മെമ്പേഴ്സിന്റെ നിന്ന് മാത്രം പിരിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ള പ്രശ്നം വലിയ എമൗണ്ട് വേണ്ടി വരും. രണ്ട്, ഈ സോ കോൾഡ് ആക്റ്റീവ് മെമ്പേഴ്സിന് യാതൊരു തൊഴിലുമില്ല, ഒരു തൊഴിലും ചെയ്യൂല. വർത്താനം പറഞ്ഞു നടക്കുന്നതല്ലാതെ യാതൊരു ജോലിയും ചെയ്യൂല. ഇൻകം ജനറേറ്റിംഗ് ആയിട്ട് ഒന്നും ചെയ്യൂല. പിന്നെ അവരെങ്ങനെ സംഭാവന ചെയ്യും? അപ്പൊ അതും ഫീസിബിൾ അല്ല. ഇൻഫാക്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ഇപ്പൊ അവരുടെ നമ്മുടെ മന്ത്രിമാരാവുക, MLA മാരാവുക, അല്ലെങ്കിൽ പാർട്ടിയുടെ ഭാരവാഹികളാവുക, ഇവരെ ഒഴിച്ചാൽ ബാക്കിയുള്ളവർ അവരവരുടെ തൊഴിൽ ചെയ്തുകൊണ്ടേയിരിക്കണം. ഒരു പാർട്ടി ഭാരവാഹി തന്നെ ഭാരവാഹി ആയിരിക്കുന്ന കാലത്ത് അയാളുടെ തൊഴിലിൽ നിന്ന് ഒരു ലീവ് കൊടുക്കണം. ലീവ് കൊടുത്ത് ഇൻഫാക്ട് വേണമെങ്കിൽ ശമ്പളത്തോടെയുള്ള ലീവ് തന്നെ കൊടുക്കാം. കൊടുത്തിട്ട് എന്നാണോ പാർട്ടിയുടെ ഭാരവാഹിത്വം മാറുന്നത് അപ്പൊ തിരിച്ചാ ജോലി പ്രവേശിക്കണം. അത് MLA ആയാലും അങ്ങനെ തന്നെ ചെയ്യണം. MLA ആയിരിക്കുമ്പോൾ അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ നിന്ന് ലീവും കൊടുക്കണം. അതുകൂടാതെ MLA എന്നുള്ള ആ പൊസിഷൻ പോകുമ്പോൾ തിരിച്ചു വന്ന് ആ ജോലി ജോയിൻ ചെയ്യണം. അങ്ങനെയൊക്കെ ആണെങ്കിൽ മാത്രമേ ഇവർക്ക് ഈ പറഞ്ഞ മാതിരി ഒരു പാർട്ടിക്ക് വേണ്ടി സംഭാവന ചെയ്യാൻ പറ്റും. അങ്ങനെ വരേണ്ടത് വളരെ അത്യാവശ്യമായ കാര്യമാണ്. കാരണം അല്ലെങ്കിൽ ഇവരെങ്ങനെ ജീവിക്കും? ഇവര് MLA ആയി കഴിഞ്ഞാൽ ആദ്യം ആലോചിക്കുന്ന എങ്ങനെ എനിക്ക് കുറച്ച്, കാരണം എനിക്ക് ഇൻകം ഇല്ലല്ലോ, അപ്പൊ എനിക്ക് എങ്ങനെ കുറച്ച് വരുമാനം ഉണ്ടാക്കാം. ആ ഒരു ചിന്ത മാറ്റിയെങ്കിൽ മാത്രമേ നമ്മുടെ പൊളിറ്റിക്കൽ സിസ്റ്റം നന്നാവുന്നു. ഇപ്പം എലക്റ്റഡ് ആയി കഴിഞ്ഞാൽ ആദ്യത്തെ ചിന്ത ഞാൻ ചെലവാക്കിയ കാശ് എങ്ങനെ റീകൂപ്പ് ചെയ്യാം, പിന്നെ അടുത്ത ഇലക്ഷന് വേണ്ടിയിട്ടുള്ള കാശ് എങ്ങനെ ഉണ്ടാക്കാം. ഈ രണ്ട് ചിന്തയിലാണ് ആൾക്കാർ സർക്കാരിന്റെ ജനപ്രതിനിധികളായിട്ട് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ മാതിരിയുള്ള പിരിവുകളും കമ്പനികളുമായിട്ടുള്ള അവിഹിത ബന്ധങ്ങളും ഉണ്ടാവും. അതിനുള്ള ഏക പരിഹാരം എന്തെങ്കിലും തൊഴിൽ ചെയ്യുന്നവൻ മാത്രം രാഷ്ട്രീയത്തിൽ പ്രവേശിക്കും. പിന്നെ ഈ രാഷ്ട്രീയത്തിൽ തന്നെ ഒരു ലോങ്ങർ വിഷൻ, അതായത് നെക്സ്റ്റ് 20-25 ഇയേഴ്സിൽ എന്ത് ചെയ്യണം, ആ രീതിയിൽ ചിന്തിക്കുന്നവരാണ് നമുക്ക് വേണ്ടത്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ പൈസ എങ്ങനെ റീകൂപ്പ് ചെയ്യാം എന്ന് ചിന്തിക്കുന്നവരാണുള്ളത്. അത് പോരാ. ഇനിയുള്ളത് ഈ ഇലക്ഷന് വേണ്ടിയിട്ടുള്ള ചെലവ് ഗവൺമെന്റ് ഫണ്ട് ചെയ്താലോ. ചില യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ എങ്ങനെയുണ്ട്, ജർമ്മനി, ഫ്രാൻസ് ഒക്കെ. അപ്പൊ അവര് രണ്ട് ക്രൈറ്റീരിയയാണ് എടുക്കുന്നത്. ചില രാജ്യങ്ങൾ കഴിഞ്ഞ ഇലക്ഷനിൽ കിട്ടിയ വോട്ട് ഷെയർ അനുസരിച്ച് ഫണ്ട് ചെയ്യും. വേറെ ചില രാജ്യങ്ങൾ കഴിഞ്ഞ തവണ കിട്ടിയ എത്ര സീറ്റാണോ അതിന് ആനുപാതികമായിട്ട് ഫണ്ട് ചെയ്യും. ഈ രണ്ട് രീതിയിലുള്ള ഫണ്ടിങ് ആണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. അപ്പൊ അങ്ങനെ അത് സർക്കാരിന് ആ ഒരു
ചെലവ് താങ്ങാൻ പറ്റുമെങ്കിൽ അത് വളരെ വളരെ നല്ലതാണ്. പക്ഷേ ഓരോ പാർട്ടിക്കും എത്ര കൊടുക്കും എന്നുള്ളത് ഇത് ഇമാതിരിയുള്ള പ്രശ്നങ്ങൾ ഇപ്പോ പറയുന്ന അതേ കംപ്ലൈന്റ് അന്നും ഉണ്ടാവും. ഉദാഹരണമായിട്ട് CPM-ന് 3 സീറ്റാണുള്ളത്, BJP-ക്ക് 303 സീറ്റാണുള്ളത്. അപ്പോൾ BJP-ക്ക് കിട്ടുന്ന ഫണ്ടിന്റെ 100% ഫണ്ടേ CPM-ന് കിട്ടുള്ളൂ. അപ്പോൾ ഇപ്പൊ പറയുന്ന അതേ കംപ്ലൈന്റ് പറയാൻ സാധ്യതയുണ്ട്. അതായത് ഒരു പാർട്ടിക്ക് ഒരുപാട് കിട്ടുന്നു, ഞങ്ങൾക്കൊന്നും കിട്ടുന്നില്ല. അത് പറഞ്ഞിട്ട് കാര്യമില്ല. ജനങ്ങളുടെ പിന്തുണ എത്ര ഉണ്ട് എന്നുള്ളത് ആശ്രയിച്ച് നമുക്ക് ഫണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം എന്തെങ്കിലും ഒരു ക്രൈറ്റീരിയ വേണമല്ലോ നമ്മുടെ ഗവൺമെന്റ് പബ്ലിക് മണി വെച്ച് ഫണ്ട് ചെയ്യുമ്പോൾ. ഗവൺമെന്റിന് ഫണ്ടൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ മാതിരി ഇലക്ട്രൽ ബോണ്ട് തന്നെ ഒരു മോഡിഫൈഡ് ആയിട്ടുള്ള രീതിയിൽ, അതായത് അതിന്റെ അപാകതകൾ പരിഹരിച്ചിട്ടുള്ള ഒരു ഇലക്ട്രൽ ബോണ്ട് ആയിരിക്കും ഏറ്റവും നല്ലതെന്ന് തോന്നുന്നു. കാരണം ഇപ്പോഴത്തെ ഇലക്ട്രൽ ബോണ്ടിലുള്ള ആ ഒരു അക്കൗണ്ടബിലിറ്റീസ് ഓക്കെ, അതങ്ങനെ തന്നെ പോട്ടെ. പിന്നെ അതിലെ ഒരു രഹസ്യ സ്വഭാവം ഇലക്ട്രൽ ബോണ്ട് നമുക്ക് നിലനിർത്തേണ്ടി വരും. കാരണം അല്ലെങ്കിൽ ആരും തന്നെ കമ്പനികളൊന്നും ഫണ്ട് ചെയ്യാൻ സാധ്യതയില്ല. അപ്പോ ഏറ്റവും നല്ലത് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഗവൺമെന്റ് തന്നെ ഫണ്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. പക്ഷേ ഈ നമ്മൾ ഇലക്ട്രൽ ബോണ്ട് തുടരാൻ തീരുമാനിക്കുകയാണെങ്കിൽ അതിന്റെ അക്കൗണ്ടബിലിറ്റീസ് ഓക്കെ ആസ് ഓഫ് നൗ. പക്ഷേ ഈ പിരിച്ച ഫണ്ട് ഇലക്ഷന് മാത്രം ഉപയോഗിക്കുന്നു എന്ന് തീർച്ചയാക്കണം. അതിന് റിട്ടേൺസ് സമർപ്പിക്കണം, ഈ നമ്മൾ IT ഇൻകം ടാക്സ് റിട്ടേൺ സമർപ്പിക്കുന്ന പോലെ. പിന്നെ ഈ പിരിച്ച പൈസ എല്ലാം എങ്ങനെ ചെലവാക്കി എന്നൊരു റിട്ടേൺ സമർപ്പിച്ചില്ലെങ്കിൽ ഈ പിരിച്ച പൈസയൊക്കെ ആൾക്കാർ, ഈ പാർട്ടിയുടെ ആൾക്കാർ തന്നെ വീട്ടിൽ കൊണ്ടുപോയെന്ന് നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ. പിന്നെ ഇതിന് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ചെയ്യുന്ന പൈസയ്ക്കൊന്നും നമുക്ക് അക്കൗണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറയാറുണ്ട്. ഇപ്പൊ ജാഥയ്ക്ക് പോകണമെങ്കിൽ ബിരിയാണി വാങ്ങിച്ചു കൊടുക്കുന്നത് എങ്ങനെ അക്കൗണ്ട് ചെയ്യും? അതൊക്കെ അക്കൗണ്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഈവൻ മലക്കറി വാങ്ങിക്കുന്നത് വരെ നമ്മൾ QR കോഡ് സ്കാൻ ചെയ്തിട്ടാണ്. അപ്പൊ എങ്ങനെ ചെലവാക്കിയാലും നമുക്ക് ഡിജിറ്റലായിട്ട് ചെലവാക്കാൻ പറ്റും. അങ്ങനെ ചെലവാക്കാവുള്ളൂ. എന്നാലേ നമുക്ക് ഈ പൈസ എങ്ങോട്ട് പോയെന്ന് അറിയാൻ പറ്റും. അല്ലെങ്കിൽ ഈ പൈസ നമ്മൾ വിചാരിക്കാത്ത സ്ഥലങ്ങളിലോട്ട് പോകും. ഉദാഹരണമായിട്ട് വോട്ടർമാർക്ക് കാശ് കൊടുത്ത് വോട്ട് ചെയ്യിക്കാൻ, പിന്നെ ഇലക്ഷൻ കഴിഞ്ഞ് MLA-മാരെ വിലക്കെടുക്കാൻ, ഇതിനൊക്കെ ഇത് ഉപയോഗിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇത് കംപ്ലീറ്റ് ഡിജിറ്റലായിട്ട് തന്നെ ട്രാൻസാക്ഷൻ വേണം, അക്കൗണ്ടുകൾ വഴി മാത്രം ട്രാൻസാക്ഷൻ വേണമെന്ന് പറയുന്നത്. ഇപ്പൊ ഉദാഹരണമായിട്ട് ഒരു ചായക്കടക്കാരന് ഒരു മീറ്റിങ്ങിന്റെ ഡിന്നറിന്റെ പൈസ കൊടുക്കുകയാണെങ്കിൽ അത് അക്കൗണ്ടിലോട്ട് കൊടുക്കൂ. അപ്പൊ നമുക്കറിയാമല്ലോ. ഈ അക്കൗണ്ട് അല്ലാത്ത പരിപാടികൾ നിർത്തണം. അതായത് ഈ ബക്കറ്റ് വരും, ഇതാണ് ഏറ്റവും വലിയ ഫ്രോഡ്. അനധികൃത മാർഗത്തിൽ കൂടെ കുറെ കാശുണ്ടാക്കിയിട്ട് ഒരു ബക്കറ്റ് എടുത്ത് ഒരു ദിവസം കറങ്ങിയിട്ട് പറയും എനിക്ക് ഇത്ര കോടി കിട്ടി. അങ്ങനെ കോടികളൊന്നും ബക്കറ്റ് പിരിവ് കിട്ടൂല. അങ്ങനെ കിട്ടുമായിരുന്നെങ്കിൽ നമ്മുടെ തവണ വന്ന ഈ വെള്ളപ്പൊക്കത്തിന് ഈ സാലറി ചലഞ്ച് ഒന്നും ചെയ്യേണ്ട കാര്യമില്ലായിരുന്നല്ലോ. ഇതെന്തുവാണ് ആ ചലഞ്ച് എന്ന് എല്ലാവരും ചോദിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ചലഞ്ചാണ്. അതായത് ധൈര്യം ഉണ്ടെങ്കിൽ ഈ കൊടുക്കാതിരുന്നു നോക്കും ഒരു ശമ്പളം, അതാണ് ചലഞ്ച്. ഈ ചലഞ്ചിന്റെ ആവശ്യം എന്തുവാ? ബക്കറ്റ് പിരിവ് എടുത്താൽ പോരെ. ബക്കറ്റ് പിരിവ് കിട്ടൂല. ബക്കറ്റ് പിരിവായാലും ഇപ്പം 10 രൂപ കൊടുക്കുന്നതായാലും ഇപ്പൊ നമുക്ക് ഡിജിറ്റലായിട്ട് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അങ്ങനെ മാത്രം ചെയ്യുക. പിന്നെ ഇപ്പൊ ഒരു പ്രധാന ആരോപണം വന്നിരിക്കുന്നത് ഗവൺമെന്റ് പ്രതിപക്ഷത്തിനെ അടിച്ചമർത്തുന്നു. അതായത് കേജ്രിവാൾ മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. പിന്നെ കോൺഗ്രസിന്റെ ഒരുപാട് ഇൻകം ടാക്സ് കൊടുക്കാനുള്ളതെല്ലാം ഇപ്പോൾ ക്ലെയിം ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഇതില് അഫ്കോഴ്സ് ഇലക്ഷൻ അടുപ്പിച്ച് എല്ലാ പാർട്ടികളും അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെ പാര വയ്ക്കാം എന്നുള്ളതിൽ വിദഗ്ധന്മാരാണ്. അത് നമുക്കെല്ലാം അറിയുന്ന കാര്യമാണ്. പിന്നെ ഈ ഇലക്ട്രൽ ബോണ്ടിന്റെ കാര്യം, ഇത് 2017 ഈ അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് 2017 കേസ് കൊടുത്തതാണ്. ആ കേസ് അവിടെ അങ്ങനെ ഇരിക്കുകയായിരുന്നു, അനക്കമില്ലാതെ. ഇലക്ഷൻ വന്നപ്പോ ഇതേ അത് പൊക്കിയെടുത്തു. അപ്പൊ ഈ പറഞ്ഞ മാതിരി എത്രയോ നാളായിട്ട് കൊടുക്കാതിരുന്ന ടാക്സിന്റെ കാര്യം പെട്ടെന്ന് ഇലക്ഷനിൽ പൊങ്ങി വന്നു. 9 തവണ നോട്ടീസ് കൊടുത്തിട്ടും ഹാജരാവാത്ത കേജ്രിവാളിന് അറസ്റ്റ് വന്നു. അപ്പൊ ഇതെല്ലാം ഇലക്ഷന് അനുബന്ധിച്ച് വരുന്നത് എല്ലാ പാർട്ടികളും മറ്റേ പാർട്ടിയെ എങ്ങനെ ഒതുക്കാം എന്നുള്ള ഒരു ചിന്തയിൽ ഇലക്ഷൻ അടുപ്പിച്ച് ഇങ്ങനെ പല പരിപാടികളും ചെയ്യും. ഏതൊരു ചൊല്ലുണ്ടല്ലോ, കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന്. അങ്ങനെയുണ്ട്.
എന്റെ യഥാർത്ഥ അർത്ഥം എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് തോന്നുന്നത് നമ്മളൊരു പാര വെച്ച് കഴിഞ്ഞാൽ തിരിച്ചും പാര കിട്ടും എന്നുള്ളതാണ് അതിന്റെ അർത്ഥം എന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ ഇത് തന്നെയാണ് ആ സംഭവം. ഇപ്പോഴത്തെ രണ്ട് പ്രധാന കാര്യങ്ങളിൽ എന്റെ ഒരു അഭിപ്രായം പറയാം. ഒന്ന്, മുഖ്യമന്ത്രി കേജ്രിവാളിന്റെ ഒരു അറസ്റ്റ്. അത് അദ്ദേഹത്തിന് 9 തവണ നോട്ടീസ് കൊടുത്തിട്ടും ഹാജരായില്ല. അദ്ദേഹം മുൻകൂർ ജാമ്യത്തിന് കോടതി വിസമ്മതിക്കുകയും കൂടെ ചെയ്തു കഴിഞ്ഞിട്ടാണ് ഈ അറസ്റ്റ് വന്നത്. അപ്പൊ അതിൽ എന്റെ ഒരു അനുഭവം എന്തെന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ സൂപ്രണ്ടായിരുന്നല്ലോ. അപ്പൊ കോടതി ഒരു സമൻസ് വന്നു. സത്യം പറഞ്ഞാൽ ഞാൻ മറന്നുപോയി. മനഃപൂർവ്വം പോകാത്തതല്ല, മറന്നുപോയി. അപ്പൊ നമ്മള് പോവാതിരിക്കുകയാണെങ്കിൽ അതിന് കാരണം ബോധിപ്പിച്ച് കോടതിക്ക് ഒരു റിക്വസ്റ്റ് ഒക്കെ കൊടുക്കണം. അപ്പൊ ഈ മറന്നുപോയാൽ ഞാൻ എങ്ങനെയാ റിക്വസ്റ്റ് കൊടുക്കുന്നത്? ഈ മനഃപൂർവ്വം പോകാത്തവരാണ് ഈ പറഞ്ഞ പോലെ റിക്വസ്റ്റ് ഒക്കെ കൊടുത്ത് അതിനൊരു നീട്ടി വയ്ക്കണം എന്നൊക്കെ പറയുന്നു. അപ്പൊ ഞാൻ മറന്നുപോയി. എന്നിട്ട് എനിക്ക് അടുത്ത് കിട്ടിയ നോട്ടീസ് എന്താണെന്നറിയോ? അറസ്റ്റ് വാറണ്ട്. ഒരു തവണ പോകാതിരുന്നതിന് എനിക്ക് അറസ്റ്റ് വാറണ്ട്. ഒരു പൗരന് ഒരു തവണ പോകാതിരുന്ന അറസ്റ്റ് വാറണ്ട് കിട്ടുമെങ്കിൽ ഒരു മുഖ്യമന്ത്രി 9 തവണ പോകാതിരുന്നു കഴിഞ്ഞാൽ അറസ്റ്റ് വാറണ്ട് കിട്ടണം എന്നാണ് ഒരു പൗരൻ എന്നുള്ള നിലയിൽ എന്റെ ഒരു അഭിപ്രായം. കാരണം ഈ പൊളിറ്റിക്കൽ ലീഡേഴ്സിന് ഒരു നിയമവും പൗരന്മാർക്ക് വേറൊരു നിയമവും അത് ഒരിക്കലും ശരിയല്ല എന്നാണ് എന്റെ വളരെ വ്യക്തമായ അഭിപ്രായം. പിന്നെ അദ്ദേഹത്തിന് ജാമ്യം കിട്ടുന്നതോ ഇല്ലതൊക്കെ കോടതി തീരുമാനിക്കേണ്ട കാര്യമാണ്. ഇപ്പൊ യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് ജാമ്യം കിട്ടിയില്ല എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ അദ്ദേഹത്തിന്റെ ഉപമുഖ്യമന്ത്രി ഇപ്പൊ കഴിഞ്ഞ 7 മാസമായിട്ട് ജയിലിലാണ്. അദ്ദേഹം 7-8 തവണ ജാമ്യത്തിന് ശ്രമിച്ചിട്ടും കിട്ടിയില്ല. അപ്പൊ എന്തോക്കെ നമുക്ക് അറിഞ്ഞൂടാത്ത കാര്യങ്ങളുണ്ട്. അതെന്തോ ആയിക്കോട്ടെ, അത് കോടതി തീരുമാനിക്കട്ടെ. പക്ഷെ അദ്ദേഹത്തിന് ഈ ഒരു ED-യുടെ ഒരു നോട്ടീസ് കിട്ടിയപ്പോൾ ഹാജരായിക്കൂടെ? എന്തിനു നോട്ടീസ് കൊടുക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ സൂപ്രണ്ടായിരിക്കുമ്പോൾ എന്നെ വിളിക്കുന്ന പല കാര്യങ്ങളിലും എനിക്ക് യാതൊരു റോളും ഇല്ല. പിന്നെ എന്തിനു എന്നെ വിളിക്കുന്നത്? എല്ലാത്തിന്റെയും താഴെ എന്റെ ഒപ്പ് കാണും. അതേമാതിരി ഈ സ്റ്റേറ്റിന്റെ കാര്യങ്ങളുടെ എല്ലാം അടിയിൽ മുഖ്യമന്ത്രിയുടെ ഒപ്പ് കാണും. അതുകൊണ്ടാണ് അവർ വിളിപ്പിക്കുന്നത്. വിളിച്ചു വന്ന് ഇത് എന്റെ ഒരു കാര്യമല്ല, ഇത് ഞാൻ ഇടപെട്ട കാര്യമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരാനുള്ള കാര്യമല്ലേ ഉള്ളൂ. പോവില്ല, അത് ഞാൻ പോവില്ല, ഇത് ഞാനൊരു പൗരൻ അല്ല, ഞാൻ വേറൊരാളാണ്, ആ രീതിയിൽ അത് ശരിയുള്ള കാര്യമല്ലല്ലോ. ഇപ്പൊ ഉദാഹരണമായിട്ട് നമ്മുടെ റോഡിൽ കൂടെ മന്ത്രിമാര് പോകുമ്പോൾ നമ്മൾ ഒരുമാതിരി കീടങ്ങളെ പോലെയല്ലേ കണക്കാക്കുന്നത്? അത് ശരിയല്ല. അങ്ങനെ അല്ല ഒരു നമ്മൾ തെരഞ്ഞെടുത്ത് അയച്ച ആളുകൾ നമ്മളോട് പെരുമാറേണ്ടത്, അങ്ങനെ അല്ല. പിന്നെ ഇനി നമ്മുടെ ഈ കോൺഗ്രസ്സുകാരുടെ ഇൻകം ടാക്സ്, അവിടെയും ഞാൻ എന്റെ അനുഭവം പറയാം. ഇൻകം ടാക്സ് കൃത്യമായിട്ട് അടച്ചു. ലാസ്റ്റ് ഡേറ്റിന് മുമ്പ് തന്നെ അടച്ചു, മുഴുവൻ പൈസ അടച്ചു. പക്ഷെ എനിക്ക് എന്റെ ഒരു വിവരക്കേടിന് ഞാൻ വിചാരിച്ചിരുന്ന പൈസ അടച്ചു കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമൊന്നും എന്നാണ്. പക്ഷെ പൈസ അടച്ചിട്ട് നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യണം. അപ്പൊ ഫയൽ ചെയ്യുന്നത് ആ ഡേറ്റിന് ഫയൽ ചെയ്തില്ലെങ്കിൽ ഫൈൻ വരും. എനിക്കിത് അറിഞ്ഞുകൂടായിരുന്നു. കുറേ ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് 1000 രൂപയുടെ ഫൈൻ വന്നു. ഞാൻ അടച്ചു. ഇതിപ്പോ കോൺഗ്രസിന് 1990-കളിൽ ഉള്ളത് മുതൽ പല ഘട്ടങ്ങളിലുള്ള ഇൻകം ടാക്സ് റിട്ടേൺ സമർപ്പിച്ചിട്ടില്ലെന്നാണ് അവർ പറയുന്നത്. അതിനെ സമർപ്പിച്ചാ പോരെ? കോൺഗ്രസ് പാർട്ടിയല്ലേ, പാർട്ടിക്ക് ഇൻകം ടാക്സ് ഇല്ല, 0 ആണ്. ഇന്ത്യയിൽ ഒരു പാർട്ടിക്കും ഇൻകം ടാക്സ് ഇല്ല. അപ്പൊ അത് ഇൻകം ടാക്സ് ഇല്ല എന്ന് അംഗീകരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മളെ ഇരിക്കുന്ന ഫണ്ടുകളൊക്കെ എന്ത് ചെയ്തു എന്ന് ഒരു റിട്ടേൺ ആയിട്ട് ഫയൽ ചെയ്ത് കൊടുക്കണം. അത് കൊടുക്കൂല എന്ന് നിർബന്ധം വെച്ചാൽ എങ്ങനെയാണ്? നമ്മള് ഈ പൈസകള് ഈ പാർട്ടിക്ക് വേണ്ടി അല്ലാതെ ഒരു കുറെ നേതാക്കൾ എടുത്തുകൊണ്ട് പോയെങ്കിൽ അതിന് ടാക്സ് വരും. അതാണ് ഇൻകം ടാക്സ് ആൾക്കാർക്ക് അറിയേണ്ടത്. അതിനിപ്പം കോൺഗ്രസിനെ സംബന്ധിച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ഒരു 10 വർഷം മുമ്പ് അല്ലെങ്കിൽ 5 വർഷം മുമ്പുള്ള റെസീറ്റുകളും തെളിവുകളും ഒക്കെ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഒരു 5 വർഷം മുമ്പുള്ള ഇൻകം ടാക്സിന്റെ തെളിവുകൾ ചോദിച്ചാൽ എനിക്കില്ല. അതുപോലെ തന്നെ ആയിരിക്കും അവർക്കും. അപ്പൊ അവര് ചെയ്തത് വളരെ മോശമാണ്. അതാത് വർഷങ്ങളിൽ ഫയൽ ചെയ്യണം, അല്ലെങ്കിൽ ഇതൊന്നും നമുക്ക് പിന്നെ ഫയൽ ചെയ്യാൻ പറ്റൂല. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ഒന്നുകിൽ ഈ അഹങ്കാരം, ധാർഷ്ട്യം, അത് നമ്മുടെ എല്ലാ രാഷ്ട്രീയക്കാർക്കും ഉള്ളതാണ്. ചിലർക്ക് കൂടുതൽ, ചിലർക്ക് കുറവ്, എല്ലാവർക്കും സംഗതി കയ്യിലുണ്ട്. പിന്നെ ഇലക്ഷനിൽ ചെലവ് കുറയ്ക്കാനായിട്ട് പിന്നെയുള്ള എന്റെ ഒരു ചിന്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, ഇപ്പൊ നമ്മുടെ കേന്ദ്ര സർക്കാർ പറയുന്നത് തന്നെയാണ്. അതായത് എല്ലാ ഇലക്ഷനും ഏതാണ്ട് ഒരേ സമയത്ത് അങ്ങ് നടക്കും. അപ്പോഴേക്കും ചെലവ് നന്നായിട്ട് കുറഞ്ഞു കിട്ടും. അതായത് ഇപ്പൊ നിയമസഭയും
ലോക്സഭ ഒരുമിച്ച് ഇലക്ഷൻ ആണെങ്കിൽ പ്രചരണം വളരെ എളുപ്പമല്ലേ. അപ്പൊ അതാണ് ഒരു സ്വീകരിക്കത്തക്ക ഒരു മാർഗം. പിന്നെ ഈ 1% വോട്ട് കിട്ടിയവർക്ക് എല്ലാം സ്റ്റേറ്റ് ഫണ്ട് ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഇലക്ഷൻ ബോണ്ട് ആയാലും വാട്ട് എവർ ഇറ്റ് ഈസ്, ഈ ഫണ്ടിങ്, ലെജിറ്റിമേറ്റ് ഫണ്ടിങ് നുള്ള ഒരു കട്ട് ഓഫ് ഈ 1% എന്നുള്ളത് പോരാ, അത് തീരെ കുറവാണ്. ഈ വാട്സപ്പിലൊക്കെ കാണാറുണ്ട് CPM-ന് 1% വോട്ട് ഇല്ലാത്തത് കൊണ്ടാണ് ഈ ഇലക്ട്രൽ ബോണ്ട് സ്വീകരിക്കാത്തത്. അത് ശരിയല്ല, ഞാനത് വെരിഫൈ ചെയ്തു. CPM-ന് 1.7% വോട്ടുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അവർക്ക് വേണമെങ്കിൽ സ്വീകരിക്കാമായിരുന്നു. പക്ഷെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അത് പോരാ. അതായത് ഒരു ദേശീയ പാർട്ടിയായിട്ട് അംഗീകരിക്കണമെങ്കിലുള്ള ക്രൈറ്റീരിയ ഉണ്ടല്ലോ, അത് തന്നെ ഇതിലും അപ്ലൈ ചെയ്താൽ മതി. അതായത് 6% വോട്ട് വേണം, 4 സ്റ്റേറ്റുകളിൽ പ്രാതിനിധ്യം വേണം, അങ്ങനെ 2-3 ക്രൈറ്റീരിയ ഉണ്ടല്ലോ. അത് അപ്ലൈ ചെയ്ത് അത് ഉള്ളവർക്ക്, അത് സംസ്ഥാനത്ത് അത് ക്രൈറ്റീരിയ ഫില്ല് ചെയ്യുന്നത് സംസ്ഥാന പാർട്ടിയും, ദേശീയ തലത്തിൽ ആ ക്രൈറ്റീരിയ ഫില്ല് ചെയ്യുന്നവർ ദേശീയ പാർട്ടിയുമായിട്ടും ഫണ്ട് സ്വരൂപിക്കാനുള്ള അനുമതി കൊടുക്കാം. അത് ഇലക്ട്രൽ ബോണ്ടോ എന്തായിക്കോട്ടെ, അല്ലെങ്കിൽ സ്വയം പിരിക്കുന്നതും ആവാം. പക്ഷെ അതിനൊരു ക്യാപ്പ് വേണം, ഒരു ഇത്രയും കൂടുതൽ പറ്റൂല. അത് എത്രയാണെന്ന് നമ്മൾ എങ്ങനെ തീരുമാനിക്കും? അവർ നിൽക്കുന്ന അവരുടെ കഴിഞ്ഞ തവണത്തെ വോട്ട് ഷെയർ വെച്ചോ, അല്ലെങ്കിൽ സീറ്റ് ഷെയർ വെച്ചോ, അല്ലെങ്കിൽ അവർ നിർത്തുന്ന കാൻഡിഡേറ്റ്സിന്റെ നമ്പർ വെച്ചിട്ടോ, ഓരോ മണ്ഡലത്തിനും ഇത്ര രൂപ എന്നുള്ള രീതിയിൽ അപ്പൊ നമുക്കൊരു എമൗണ്ട് കിട്ടുമല്ലോ, ഇന്ത്യ മൊത്തം ഇത്രയും ചെലവാകും, അത്രയേ അവർ പിരിക്കാവുള്ളൂ, അതിൽ കൂടുതൽ പിരിക്കാൻ പാടില്ല. അത് ഇലക്ട്രൽ ബോണ്ടായാലും അല്ലെങ്കിൽ പാർട്ടി സ്വന്തമായിട്ട് എന്നാൽ അക്കൗണ്ടബിൾ ആയിട്ട് വാങ്ങുന്നത്, അല്ലാതെ ഈ ബക്കറ്റ് പിരിവ് പരിപാടി പറ്റൂല. കാരണം ബക്കറ്റ് പിരിവ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വലിയ അഴിമതിയാണ്. കാരണം ഈ നമുക്ക് ശരിയായ മാർഗങ്ങളിൽ കൂടെ അല്ലാതെ കിട്ടുന്ന പൈസയെ വെളുപ്പിക്കാനുള്ള ഒരു പരിപാടിയാണത്. അത് നമ്മൾ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. ചില കടകളൊക്കെ കണ്ടിട്ടില്ലേ, എന്തോ വളരെ ലാവിഷായിട്ട് AC ആയിട്ട് തുറന്നു വെച്ചുകൊണ്ടിരിക്കും, അവിടെ ഒരു കച്ചവടവും നടക്കില്ല. നമ്മൾ വിചാരിക്കും എന്താ ഇത് ഇങ്ങനെ ഇരിക്കുന്നത്, ഇവർക്ക് എന്ത് ലാഭമാണ്? അവര് വേറെ എവിടെ നിന്നും ശരിയായ മാർഗത്തിലല്ലാതെ കുറെ പൈസ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ പൈസ ഈ കടയിൽ നിന്ന് വന്നതാണെന്ന് കാണിക്കണം, അതിനുവേണ്ടി തുറന്നു വെച്ചിരിക്കുന്നതാണ്. അപ്പൊ അതേമാതിരി നമ്മൾ കട തുറന്നു വെച്ചിരിക്കുന്ന മാതിരി ഒരു ബക്കറ്റ് തുറന്നു വെക്കുന്ന പരിപാടി വേണ്ട. സോ ടു വൈൻഡ് അപ്പ്, നമുക്ക് ഈ പൊളിറ്റിക്കൽ പാർട്ടികളുടെ ഫണ്ടിങ്ങിന്റെ നിഗൂഢതകൾ നീക്കിയേ പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഇലക്ട്രൽ ബോണ്ടിന് മുമ്പുള്ള കാലഘട്ടത്തിലോട്ട് നമുക്ക് തിരികെ പോകാൻ പറ്റില്ല. ഇലക്ട്രൽ ബോണ്ട് ഓക്കെയാണ്, പക്ഷെ ഒരുപാട് ഫ്ലോസ് ആണ്. അത് കറക്റ്റ് ചെയ്തിട്ട് ഇലക്ട്രൽ ബോണ്ട് വേണമെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. പക്ഷേ അതിനേക്കാളും പ്രധാനം, അതിനേക്കാളും നല്ലത് സ്റ്റേറ്റ് തന്നെ ഫണ്ട് ചെയ്യാറുണ്ട്. സ്റ്റേറ്റ് ഫണ്ട് ചെയ്യുമ്പോൾ അതിന് കുറച്ച് ക്രൈറ്റീരിയകൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉപയോഗിക്കാവുന്നതാണ്. അതേസമയം പാർട്ടികളെ ഫണ്ട് പിരിക്കാൻ അനുവദിക്കുകയോ ഇലക്ട്രൽ ബോണ്ട് അനുവദിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ മാതിരി കുറച്ച് ക്യാപ്പുകൾ വേണം. അതായത് ഒരു കമ്പനിയുടെ ലാഭത്തിന്റെ ഒരു വിഹിതത്തിൽ കൂടുതൽ ഉപയോഗിക്കാൻ പാടില്ല, ഒരു 50% എന്ന് വയ്ക്കാം. ആ പാർട്ടിക്ക് എത്രത്തോളം പിരിക്കാൻ അനുമതിയുണ്ടെന്ന് ഇലക്ഷൻ കമ്മീഷന് തീരുമാനിക്കാം. ആ തീരുമാനിക്കുന്ന അതിൽ കൂടുതൽ ബോണ്ട് സ്വീകരിക്കാൻ പാടില്ല. അങ്ങനെ ചില നിബന്ധനകൾക്ക് വിധേയമായിട്ട് വേണമെങ്കിൽ ഇലക്ട്രൽ ബോണ്ട് നമുക്ക് റീഇൻട്രൊഡ്യൂസ്. ഇതൊക്കെയാണ് എനിക്ക് ഇലക്ട്രൽ ബോണ്ടിനെ പറ്റി എൻ്റെ ഒരു കോമൺ സെൻസ് വെച്ച് ഞാൻ ആലോചിച്ചത്. താങ്ക് യു ഫോർ വാച്ചിങ്.